കുറച്ച് ദിവസമായി മോക്ക് ക്ലാസ്സൊന്നുമില്ല. അഡ്മിഷന്റെ തിരക്കും അതുപോലെ തന്നെ എക്സാമിന്റെ ഒക്കെ തിരുത്തലാ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ അവള് പറഞ്ഞ കേട്ട്. അങ്ങനെ ഇന്നാണ് കോളേജ് തുറന്നത് 2 ആഴ്ചക്ക് ശേഷം. അപ്പൊ ഇവിടെ ജംഗ്ഷൻ വരെ ബസ്സുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാൻ. പിന്നെ അടുത്ത ചോദ്യം ഞാൻ ഗുണ്ടപ്പനെ കൂടി കൊണ്ടുവരട്ടെ എന്നായിരുന്നു. വേണ്ട, ഇവിടെ എവിടെയെങ്കിലും ദിവാരനുണ്ടെങ്കിൽ പണി പാളും, അമ്മ കൊണ്ടുവരില്ലെന്ന് പറഞ്ഞ് അതിന്റെ എല്ലാ ദേഷ്യവും ഗുണ്ടുവിനുണ്ടായിരുന്നു. നേരെ അവൾക്ക് ഇരിക്കാൻ സീറ്റ് കൊടുക്കാതെ നൂന്നിരുന്നു. പിന്നെ വല്ല വിധനെ അവള് പറഞ്ഞാണ് ഇങ്ങനെ ചരിച്ചിരുത്തിയത്. പിന്നെ അവൻ വല്ല വിധനെ നൂന്നിരുന്നു കൊടുത്തു. പിന്നെ ചേച്ചിയും കൂടി കയറിയിരുന്ന് നേരെ വീട്ടിലോട്ട്. പിന്നെ എനിക്ക് ഞാൻ ഇവളെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. എനിക്ക് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. 2 ദിവസം കൊണ്ട് നല്ല തലവേദന. അപ്പം പിന്നെ ആശുപത്രി പോയി. അപ്പം അതിനിടയിൽ ഒരു സംഭവം ഉണ്ടായി. സംഭവം വേറൊന്നുമല്ല, ഞാന് ആശുപത്രി പോകാൻ വേണ്ടി ഒരുങ്ങി ഇവനകത്ത് തന്നെ കിടപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യമേ വണ്ടി എടുത്ത് പുറത്തിറങ്ങി. എന്നിട്ട് ഞാൻ മോളെടുത്ത് പറഞ്ഞടി അവനെ പിടിച്ചിട്ട് അകത്താക്കിയിട്ട് നീ ഗേറ്റ് അടച്ചിട്ട് ഇറങ്ങുമെന്ന് പറഞ്ഞു. എനിക്ക് ഗുണ്ടുവിനെ അറിയാം. അവനിങ്ങനെ നമ്മളെ ഇങ്ങനെ മൈൻഡ് ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ട് ഇരിക്കും. കാരണം എങ്ങനെ അവന് പുറത്തിറങ്ങാം, അവൻ അറിയാത്ത പോലെ അങ്ങ് കിടക്കും. എന്നിട്ട് അവൻ അവസരം കിട്ടുമ്പോ ഇറങ്ങി ചാടി ഓടിപ്പോകും. അതുകൊണ്ട് എനിക്ക് അവനെ പല പ്രാവശ്യമായിട്ട് അറിയാം. പക്ഷേ അങ്ങനെ അവളെയും പറ്റിച്ചിട്ട് കൊണ്ട് ചാടിപ്പോയി. പിന്നെ ഞാൻ നോക്കിയപ്പോ അവൻ തോഴെ പോയി നിപ്പുണ്ട്. എനിക്കറിയാം താഴോട്ട് ബൈക്ക് എടുത്ത് അവൻ ജംഗ്ഷനിലോട്ട് പോകും. അവിടെ വേറെയും ഡോഗുകളുണ്ട്, പറയാൻ പറ്റൂല, കടി കൂടും. പിന്നെ അവനെ പിടിച്ചാൽ കിട്ടൂല. ഉയരോട്ടാണെങ്കിൽ മുകളിലോട്ടാണെങ്കിൽ വേറെ ഡോഗുകളൊന്നുമില്ല. അപ്പൊ എനിക്ക് അതാണ് സേഫ്. അങ്ങനെ കുറച്ചു ദൂരം ഞാൻ ഓടിച്ച് അവൻ എന്റെ വണ്ടി കയറി. ഞാൻ പിന്നെ വീട്ടിൽ കൊണ്ടാക്കി. പിന്നെ നേരെ ആശുപത്രി. എന്നിട്ട് അപ്പൊ മോള് വന്നിട്ട് എന്നെ ഫോൺ ചെയ്ത്, അമ്മ പുറത്താണോ, എങ്കിൽ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വാന്ന് പറഞ്ഞ്. അപ്പൊ ഞാൻ ഇളയവക്ക് ബെറോട്ട ഇഷ്ടമാണ്. അപ്പൊ അവക്കും ഗുണ്ടൂരും കൂടി മേടിച്ച്. പിന്നെ മൂത്തവള് പറഞ്ഞ അങ്ങനെയെങ്കിൽ പിന്നെ എനിക്ക് ദോശ മതി അമ്മയെന്ന് പറഞ്ഞു. അപ്പം ദോശയും ബെറോട്ടയും മേടിച്ചിട്ടുണ്ടെന്ന്. പെഷിലൊന്നും മേടിച്ചില്ല. ഇപ്പൊ 2-3 ദിവസം കൊണ്ടൊക്കെ പെഷിലുണ്ടല്ലോ. ചമ്മന്തി, സാമ്പാർ, ഗ്രേവി, അങ്ങനെയാണ്. ഈ ഗ്രേവിയുടെ മണവും ബെറോട്ടയുടെ മണവും ഒക്കെ ആയപ്പം അവനങ്ങ് നല്ല കൊതിയായിട്ട് വയ്യായിരുന്നു. അവന്റെ നിങ്ങൾ ഒന്നുകൂടി നോക്കി അറിയാം, ഇങ്ങനെ അങ്ങ് നോക്കിയിരിക്കുവാണ്. അവന് കൊടുത്തിട്ടേ ഞങ്ങൾ കഴിക്കുള്ളൂ. അവന്റെ പങ്ക് കൊടുത്ത് അവൻ പിന്നെ നോക്കിയൊന്നുമില്ല. പിന്നെ ഫുഡ് ചോറൊന്നും കഴിക്കുന്നിടത്തൊന്നും അവൻ വരൂല. ഇങ്ങനത്തെ സ്നാക്സ് ഐറ്റോ അമ്മാമ്മ കൊണ്ടുപോകുന്ന ഐറ്റോ ഒക്കെ ആണെങ്കിൽ മാത്രം. അതും അവ ഇരിക്കുന്നിടത്ത് ഇങ്ങനെ ഇരിക്കണ അല്ലാതെ എണീറ്റ് നമ്മൾ ഭക്ഷണം വിളമ്പുന്നിടത്ത് ഒന്നും വരത്തില്ല. ആ കിടക്കുന്നിടത്തോ ഇരിക്കുന്നിടത്തോ ഇരിക്കും, അത്ര തന്നെ. അപ്പം പിന്നീട് അവന് കൊടുത്ത് അവന്റെ കാര്യം കഴിഞ്ഞപ്പോ അവൻ ചെന്ന് നന്നായിട്ട് ഇതാ നമ്മളെ ഫ്രണ്ടിൽ തന്നെ കയറി കിടക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ കഴിച്ചാലും തിരിഞ്ഞൊന്നും നോക്കൂല. പക്ഷെ അവന് ഇഷ്ടമുള്ളതാണെങ്കിൽ അവൻ ആദ്യമേ കൊടുക്കണം. പിന്നെ ചോറൊന്നും കഴിക്കാനൊന്നും വരെയൊന്നുമില്ല കേട്ടാ. നീ എന്റെ കുഞ്ഞു കുട്ടനല്ലേ, അങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ കിടന്ന് ഉറങ്ങണ കാണാൻ ഒരു രസം തന്നെ അല്ലേ.